എന്നെ മനസ്സിലായി കാണില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശരത്ചന്ദ്രബാബുവിന്റെ PA ആണ്. ഓ, നമസ്കാരം. 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 ഇതെന്റെ ഭാര്യ ആശ. ആ, വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. അമ്മയുടെ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അമ്മ കിടക്കുക. ഇന്നലെ പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റെസ്റ്റ് എടുക്കുക. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സർ. പക്ഷേ നമ്മുടെ കാര്യം കുഴയുമല്ലോ ആശേ. എന്താ സർ പ്രശ്നം? ഞങ്ങളുടെ മകളുടെ വിവാഹം വരുന്ന 10-ാം തീയതി. ആചാരം അനുസരിച്ച് വിവാഹസാരി ഇവിടുന്ന് തന്നെ മ്യൂറൽ പെയിന്റ് ചെയ്ത് തരണം. അതിന്റെ ഓർഡർ തരാനാ ഞങ്ങൾ വന്നത്. മംഗല്യപ്പെട്ട് ചെമ്പകമംഗലത്ത് നിന്ന് തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അയ്യോ, ഈ അവസ്ഥയില് മംഗല്യപ്പട്ടിന്റെ ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് സർ. അതൊരു വലിയ നിരാശയല്ലോ മാഡം. ഇവിടുന്ന് പെയിന്റ് ചെയ്ത് തരുന്ന മംഗല്യസാരി ഉടുത്താ പെൺകുട്ടി ദീർഘസുമംഗലിയായി വാഴുമെന്ന് ഉറപ്പാണ്. കാര്യം ശരി തന്നെയാ. പക്ഷേ തൽക്കാല പരിതസ്ഥിതിയില് ഞങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റില്ല. വിവാഹസാരിയുടെ ഓർഡർ സ്വീകരിച്ചാൽ കൃത്യസമയത്ത് തന്നെ സാരി തരണ്ടേ? കൃത്യസമയത്ത് തന്നെ സാരി കൊടുക്കും. എന്താ, നിനക്ക് സംശയമുണ്ടോ? അമ്മേ നമസ്കാരം. നമസ്കാരം. ഞാൻ അതും അറിയാം, മന്ത്രി ശരത്ചന്ദ്രബാബുവിന്റെ PA അല്ലേ? അല്ലേ? അതെ. കല്യാണം എന്നാ? ഈ 10-ാം തീയതി. ദിവസങ്ങളില്ല, എങ്കിലും ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. സാരി ഞാൻ പെയിന്റ് ചെയ്ത് തന്നോളാം. ഒത്തിരി സന്തോഷം. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഓ ശരി. എന്താ അമ്മ ഇത്? സുഖമില്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്നത്? എനിക്ക് സുഖമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊരു സർഗക്രിയയാണ്. ഈ വരദാനം എന്റെ ദേവി എനിക്ക് നൽകിയതാ. വീഴുന്നത് വരെ ഞാനത് ചെയ്യും. അല്ലമ്മേ, മ്യൂറൽ പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? ദേ, മേലിൽ അനാവശ്യമായ കാര്യങ്ങൾ കയറി ഇടപെട്ടേക്കരുത്. അല്ലമ്മേ, സഹായത്തിന് ആ നന്ദിനി പോലും ഇവിടെ ഇല്ല. ആരുടെയും സഹായം എനിക്ക് വേണ്ട. എനിക്ക് ചെയ്യാനറിയാം. ഞാൻ വരയ്ക്കും, ഈ പ്രായത്തിലും. അതെന്റെ ആത്മവിശ്വാസമാണ്. അമ്മേ, എന്റെ ദേവി, ഈ കലാവിരുത് എന്റെ കൈവിട്ടു പോവാണോ? അതോ മനസ്സ് നേരെ നിൽക്കാഞ്ഞിട്ടാണോ? എന്താ അമ്മേ, നല്ല ക്ഷീണമുണ്ടല്ലോ? ക്ഷീണമല്ല, മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഈ അവസ്ഥയിൽ ഈ ഓർഡർ എടുക്കണ്ടെന്ന്. നിനക്കത് പറയാം, പക്ഷെ ഇത് സർഗസിദ്ധിയാ. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അവിടം കൊണ്ട് തീർന്നു. സരസ്വതി ദേവി എന്നെ കൈവിടില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മേ,
അമ്മേ ഒരു കാര്യം ചെയ്, അമ്മ പറഞ്ഞതാ, ഞാൻ പെയിന്റ് ചെയ്യാം. നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ബ്രഷ് എങ്ങനെ പിടിക്കണം എന്നറിയാൻ പാടില്ലാത്തവളാ പെയിന്റിങ്ങിന് വരുന്നത്. ദേ നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാനിതൊക്കെ ചെയ്തോളാം. മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മരുമക്കൾക്ക് പകർന്നു കൊടുത്താലേ ദേ ഇങ്ങനെ ഇരിക്കും. ചവിട്ടി വീഴ്ത്തിയിട്ട് പോയില്ലേ മരുമകള്. ഇതൊക്കെ നേരത്തെ തന്നെ ഓർക്കണായിരുന്നു. ഇപ്പൊ അനുഭവിക്കും. മൈഥിലി, റെഡിയായില്ലേ? പോവാം, വാ. അല്ല ഇതെന്താ, നിങ്ങൾ എവിടെ പോവാ? മൈഥിലിക്ക് അവളുടെ അച്ഛനെ അമ്മയും ഒന്ന് കാണണമെന്നുണ്ട്. ഞങ്ങള് ഇവളുടെ വീട് വരെ ഒന്ന് പോവാ. അതെന്തിനാ? അതൊന്നും ശരിയല്ല. അതൊക്കെ ആചാരവിരുദ്ധമാണ്. ഗർഭിണിയായ പെണ്ണാണ്. ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണെങ്കിലേ അതിനൊക്കെ സമയം നോക്കണം. അമ്മേ, കേൾക്ക്, സാധാരണ പെൺവീട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരാണ് സമയം കുറിപ്പിച്ചോണ്ട് വന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവേണ്ടത്. അതും 7ാം മാസത്തില്. അമ്മേ, ആചാരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവൾക്ക് ഇവളുടെ അച്ഛനെ അമ്മയും ഒന്ന് കാണണമെന്ന് തോന്നിയാലോ? എടാ, അവരോട് ഇവിടെ വന്ന് കാണാൻ പറയണം. അതാ അതിന്റെ രീതി. നിന്നെ കല്യാണം കഴിച്ചതോടെ മൈഥിലി ഈ വീട്ടിലെ പെണ്ണായി മാറി. പ്രസവ ശുശ്രൂഷ ആരംഭിക്കുക. അതൊക്കെ ഇവിടെ ചെയ്യേണ്ടതാ, നമ്മുടെ കടമയാ. എനിക്കെന്റെ വീട്ടുകാരെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടമ്മേ. ഞങ്ങൾ പോയിട്ട് വരാം. മാത്രമല്ലമ്മേ, ഇവളുടെ വീട്ടുകാർക്കും കാണില്ലേ ഇവളെ കാണണമെന്നൊരു മോഹം. ഞങ്ങൾ പോയിട്ട് വരാം. ആ, എന്ത് വേണമെങ്കിൽ ചെയ്യ. ഞാൻ തനിയൊരു അമ്മായിയമ്മായി മാറാത്തതേ ഇവളുടെ ഭാഗ്യവാ. ഇത്തരം അനുസരണക്കേട് തുടർന്നാൽ എന്റെ ഈ ശാന്തമായ വേഷം ഞാനങ്ങ് അഴിച്ചു വെക്കും. പിന്നെ അമ്മായിയമ്മ പോര് കാണിച്ചു എന്നുള്ള പരാതി കേൾക്കരുത്. ആ, ഇപ്പൊ പോയിട്ട് വാ. ആ, ശരി അമ്മേ, പോവാം. വാ. മുത്തശ്ശനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, അതാ ഇങ്ങോട്ട് വന്നത്. വാ, പോവാം. മോനെ കാർത്തി, രണ്ടുപേരും ഉണ്ടല്ലോ. സന്തോഷമായി, മുത്തച്ഛന് സന്തോഷമായി. മോളെ നന്ദിനി, കാർത്തിയും മൈഥിലിയും വന്നിട്ടുണ്ട്. മീനാക്ഷിയും കൂടി വിളിച്ചോ. ദൈവമേ, ആ ഹോട്ടലിൽ വെച്ച് ഈ മീനാക്ഷി എന്നെയും വൈശാഖിനെയും കണ്ടിട്ടുണ്ടാവോ? മോളെ മൈഥിലി, ക്ഷീണമൊന്നുമില്ലല്ലോ മോൾക്ക്? ഇല്ല ദൈവമേ. ഇവിടെ സമയാസമയങ്ങളിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ടല്ലോ. ആ, കാണിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇവളുടെ നോട്ടം കണ്ടാൽ അറിയാം. ഇവിടെ എന്നെയും വൈശാഖിനെയും ആ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ മൈഥിലി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് തൽക്കാലം ദേവമ്മയ്ക്കൊരു കൂട്ടിന്. ഇവൾക്ക് പിന്നെ കൂട്ടൊന്നും വേണ്ടല്ലോ. ഇവള് ഇടറി നടക്കുന്ന കരടിയാണല്ലോ. ഞാൻ കരടിയും കാട്ടുപോത്തൊന്നും അല്ല.
എല്ലാ കാര്യങ്ങളിലും സ്ട്രെയിറ്റ് ഫോർവേഡാ. ഓ, കലമുടയ്ക്കുന്ന മിണ്ടാപ്പോച്ചയുടെ സ്വഭാവം എനിക്കില്ല. ഇവള് ഞങ്ങളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. ആ മുത്തശ്ശ, ഞാൻ മുത്തശ്ശന്റെ കൊച്ചുമകനാ. ഇവളും കൊച്ചുമകള് തന്നെയാ. പക്ഷേ ഇവളെ ഒന്ന് സൂക്ഷിച്ചോണം. ദേഷ്യം വന്നാ ഏത് വഴിക്കാ ഇറങ്ങി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നെ സൂക്ഷിക്കൊന്നും വേണ്ട, അവനവനൊന്ന് സൂക്ഷിച്ച നല്ലതാ. ഹലോ, ഓ അങ്ങനെയാണോ? ആ ശരി ശരി, ഞാനിപ്പോ വരാം. ആ മുത്തശ്ശ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. മൈഥിലി, നമുക്ക് ഇന്ന് തന്നെ പോണം. ഞാനൊന്ന് പോയിട്ട് വരാം. ദൈവമേ. മോളെ നന്ദിനി, മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ദൈവമേ, ഇവള് വല്ലതും വിളിച്ച് പറയോ? ഞാൻ ACP ഒന്ന് വരട്ടിയതാ. ചിലപ്പോ ചിലരേക്കൊന്ന് വരട്ടിയല്ലേ പറ്റൂ. എന്തൊക്കെയുണ്ട് മോളെ ചെമ്പകമംഗലത്ത് വിശേഷം? ഓ, എന്ത് വിശേഷം അമ്മേ. അവിടെ രണ്ടുപേർക്കും വലിയ സന്തോഷം. എന്റെ അമ്മായിയമ്മയ്ക്കും കുഞ്ഞമ്മായിക്കും. പിന്നെ ദൈവമേ മുത്തശ്ശി ഇറക്കി വിട്ടില്ലേ. തെറ്റ് ചെയ്ത ഞാനല്ലേ മോളെ? അമ്മയുടെ അച്ഛൻ്റെ കൊച്ചുമോളാണെങ്കിലും മീനാക്ഷിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു. തെറ്റാര് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം. ജയറാം, ദാ നിങ്ങളെ കാണാൻ ACP അദ്ദേഹം വന്നിരിക്കുന്നു. എല്ലാവരുടെയും കൈത്തിരിപ്പ് ഈ ശരീരത്തിൽ കാണുന്നുണ്ടല്ലോ. ആരൊക്കെ കൂടി അങ്കിളിനെ തല്ലിയത്? എന്നെ ആരും തല്ലിയതൊന്നും അല്ല മോനെ. ഇന്നലെ തടവുകാർ തമ്മിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായി. ഞാൻ അറിയാതെ ഇടയിൽ ചെന്ന് പെട്ടതാ. അങ്കിൾ അതിമനോഹരമായിട്ട് കള്ളത്തരം പറയുന്നുണ്ടല്ലോ. അല്ല മോനെ, ഞാൻ സത്യം പറഞ്ഞത്. അങ്ങനെ ഒന്നും അല്ല സാറേ, ഇദ്ദേഹം പറയുന്നത് നുണയാ. 1-2 ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെയാ. ഇദ്ദേഹമാണ് അവരുടെ ടാർഗറ്റ്. ജയിലറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തില ഈ മർദ്ദനം അരങ്ങേറുന്നത്. ഓ, ഈ മനുഷ്യൻ ഇതിനകത്തിട്ട് തീർക്കാൻ ഏതോ ഒരു സ്ത്രീ ജയിലർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുക. ആ ദേ വരുന്നുണ്ട്. രാക്ഷസനാ, താനീ രാക്ഷസൻ. എന്താണ് ACP സാർ?
ജയരാമനെ കണ്ടോ? നിങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന നാലാംകിട ഗുണ്ടയോ? ഏയ് അലറാതെ മിസ്റ്റർ. ഇതിന്റെ അണിയറ ശില്പി ആരാണെന്നൊക്കെ എനിക്കറിയാം. ആര് കളിച്ചാലും കളിക്കുന്നവനെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഇദ്ദേഹത്തെ എത്രയും വേഗം ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഡോക്ടർ ഒന്ന് പരിശോധിച്ചാ അത്രയൊക്കെ മതി. നിരുത്തരവാദിത്വത്തോടെ സംസാരിച്ച തന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഈ നിൽക്കുന്നത് പത്മശ്രീ രാജലക്ഷ്മി അമ്മയുടെ മകന്. ഞാൻ അവരുടെ കൊച്ചുമകനും. ACP ആയ ഞാൻ നിങ്ങളോട് ഓർഡർ ഇടുന്നു. ഉടൻ ഇവിടേക്ക് ഒരു ഡോക്ടറെ വിളിക്കണം. ഏതെങ്കിലും സ്ത്രീകളുടെ കൊട്ടേഷൻ അനുസരിച്ച് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ചിലരുടെ അനുമതിയോടെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ അതിക്രമത്തിന് ഞാൻ പ്രതികരിക്കുന്നത് സാധാരണ രീതിയിലാവില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരുപക്ഷെ ഒരു ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും. പെട്ടെന്ന് വിളിക്കണം മിസ്റ്റർ ഡോക്ടറെ. കോൾ ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? സുഖാണോ? ഇതിനകത്തെന്താ ഈ സ്ത്രീയുടെ വിളയാട്ടം? ഇവരാണോ ജയിൽ IG? ഇവര് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. നിങ്ങളുടെ വേണ്ടപ്പെട്ട സ്ത്രീകളൊക്കെ നിങ്ങളുടെ വീട്ടില്. ഇതിനകത്ത് വേണ്ട. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കണം. കേരള പോലീസിലെ ഉത്തരവാദപ്പെട്ട ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. എന്നെ കയറി എടാ പോടാന്നൊക്കെ വിളിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ ലോക്കപ്പിലിടും. ഓർമ്മിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഗൾഫ് നാടുകളില് നിങ്ങളുടെ മേച്ചിൽ പുറവെന്നും അവിടെ എന്തോ ബിസിനസ് ആണെന്നും അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീരൂപമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കെട്ടുകണക്കിന് പണം ഉണ്ടെന്ന് കരുതി കേരളത്തിൽ വന്ന് എന്തു അങ്ങ് നടത്തിക്കളയാന്ന് നിങ്ങൾ കരുതരുത്. ദേ, ഇയാളെ പോലെ കാശ് കിട്ടിയ ആരുടെയും കാല് നക്കുന്നവരല്ല ഇവിടുത്തെ പോലീസ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് കയറി അഴിഞ്ഞാടിയാൽ അടിച്ച അണപ്പല് ഞാൻ തെറിപ്പിക്കും. അത് മനസ്സിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി ഇത് ആവർത്തിച്ചാൽ കേരള പോലീസ് എന്താണെന്ന് നിങ്ങൾ അറിയും. കാർത്തിക്, ഇവർക്ക് തെറ്റായ ചില ധാരണകളുണ്ട്. അതൊന്ന് തിരുത്തി കൊടുത്തതാ. നീയൊന്നും എന്നെ തിരുത്താൻ വളർന്നിട്ടില്ല. നിന്നേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ തോളിൽ തുന്നിപ്പിടിപ്പിച്ച ഏമാമാരും അവരെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എനിക്ക് സഹായത്തിനുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പിടിപാടുകളുണ്ടെന്നും നിങ്ങളെ കണ്ടാൽ ഈറാൻ മൂളി നിൽക്കുന്ന ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വെച്ച് എന്റെ കോർട്ടിലോട്ട് ഗെയിമിന് വന്നേക്കരുത്. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പറന്നിറങ്ങിയിരിക്കുന്നത് എനിക്ക് നടപ്പാക്കാനുള്ള ചില ലക്ഷ്യങ്ങളോടെയാ. അത് നടപ്പാക്കിയിട്ടേ ഈ ഇന്ദ്രജ തിരികെ പോകൂ. നിന്നെ ഈ നിമിഷം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി.
ഹോം മിനിസ്റ്ററും DGP ഒക്കെ നിങ്ങൾ ഒറ്റയാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ നിയമനമൊക്കെ എപ്പം നടന്നു? മതി പരിഹസിച്ചത്. ദേ നോക്ക്, എന്റെ മാധുരിയെ കൊന്ന ഇവനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഇത് ഇന്ദ്രജയുടെ തീരുമാനോ? അതിന് മാറ്റം വരണമെങ്കിൽ എന്റെ തല ഇല്ലാതാവണം. മോനെ, ആ സ്ത്രീയോട് മത്സരിക്കാനൊന്നും പോണ്ട. അങ്കിൾ എനിക്കൊരു പരാതി എഴുതി തന്നാ മതി. ആ സ്ത്രീയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഇന്ദ്രജോട് എനിക്കൊരു പരാതിയില്ല. ഇത് 18 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തോളിൽ കയറി വന്ന മരക്കുരിശ. അത് ഞാൻ ചുമന്നേ പറ്റൂ. അതുപോലെ മോനോട് അങ്കിളിനൊരു ചെറിയ അപേക്ഷയുണ്ട്. എന്താ അങ്കിൾ? ഇന്ദ്രജയുടെ ആത്യന്തിക ലക്ഷ്യം എന്നെ ഇല്ലാതാക്കുക മാത്രമല്ല, പിന്നെ മീനാക്ഷി. മീനാക്ഷി ഒരു കാരണവശാലും ഇവളുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള ഇടവരരുത്.